ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ RRB NTPCയുടെ 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് NTPCക്ക് മാത്രമല്ല, ഗ്രൂപ്പ് ഡി ആണെങ്കിലും JEE ആണെങ്കിലും ALPയുടെയും CBT2 എക്സാംസിന് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ GK ആൻഡ് സയൻസ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്, ഞാനത് ഐക്കാർഡിൽ ആഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇന്ന് നോക്കുന്നത് മാത്സിൽ LCM ആൻഡ് HCF ആണ്. ഓക്കെ, അപ്പം LCM ആൻഡ് HCF എന്ന് പറയുമ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, ഈ ഒരു 10 ക്വസ്റ്റ്യൻ ആണോ LCM ആൻഡ് HCF എന്ന്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു പാറ്റേണിനെ വിട്ടിട്ട് പുതിയൊരു പാറ്റേൺ ഇതുവരെയും RRB ചോദിച്ചിട്ടില്ല. ഇപ്പം കഴിഞ്ഞ എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് കൂടെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പം കഴിഞ്ഞു പോയ ടെക്നീഷ്യനും ALPയും അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 2 JEE ഈ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞ NTPC എക്സാമിനും അതുപോലെ കഴിഞ്ഞ RRB എക്സാംസിനും എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാനുള്ള ചാൻസ് ആസ് പെർ കറന്റ് സിലബസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ്, എസ്പെഷ്യലി RRB SSC എക്സാംസിൻ്റെ കണ്ടൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനലൊന്ന് കയറി കാണുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യും. അപ്പോൾ ഈ 45 ഡേയ്സ് ജേർണിയിൽ നിങ്ങളും നമ്മളോടൊപ്പം തന്നെ വരിക. നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു സ്കോറിലേക്കും നല്ലൊരു റാങ്കിലേക്കും ജോലിയിലേക്കും ഒക്കെ എത്താനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ LCM ഓഫ് ദ നമ്പേഴ്സ് 5, 12.5, 0.05. ഓക്കെ, അപ്പം ഇങ്ങനത്തെ നമ്പേഴ്സിൽ എങ്ങനെയാണ് ചെയ്യുക? ഇങ്ങനത്തെ നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെയെല്ലാം ഹോൾ നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഇവിടുത്തെ നമ്പേഴ്സ് നോക്കുക. 2 ഡെസിമൽ പ്ലേസ് ഉണ്ട് അല്ലേ? 2 ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പറിനെ ഹോൾ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു നമ്പറിൽ നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെ വേണം എന്ത് ചെയ്യാൻ, എല്ലാ നമ്പേഴ്സിലേക്കും നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 500, 1000, 250, ദെൻ ഇവിടെ എന്ത് കിട്ടും? 5 എന്നും കിട്ടും. ഇനി ഇതിൻ്റെ LCM കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? ആദ്യം 2 വെച്ച് ചെയ്തു. 2 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 250 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 6, 2, 5 എന്ന് കിട്ടും. ഇവിടെ 1 എന്നും കിട്ടും. എഗെയിൻ നമ്മൾ ഇവിടെ 2 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 125 എന്ന് കിട്ടും. 625 അതുപോലെ തന്നെ എഴുതി, 1ഉം എഴുതി. ഇനി ഇവിടെ 3യിൽ നോക്കും, നമ്മൾ 3യിൽ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. 3യിൽ പോവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 5 എടുക്കും. നമുക്ക് 2 എന്ന് കിട്ടും, 5 എന്ന് കിട്ടും. ഇവിടെ എന്താ കിട്ടാൻ പോകുന്നത്? 1, 2, 5 എന്ന് കിട്ടും. ആഫ്റ്റർ ദാറ്റ് ഇവിടെ എന്താണ്? 1 തന്നെയാണ്. എഗെയിൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 5 യൂസ് ചെയ്യാം. സോ 5, 25, 1 എന്ന് കിട്ടും. ഇവിടെ എന്ത് ചെയ്യാം? 5, 1, 5, 1. ഇനി LCM കണ്ടുപിടിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓടിച്ചാടി പോയിട്ട് എല്ലാം കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമുക്ക് ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? മൾട്ടിപ്ലൈഡ് ബൈ 100 ആണ് ചെയ്തത്. അപ്പം നമുക്ക് ഇവിടുത്തെ ആൻസേഴ്സ് നോക്ക്. എന്തായാലും എന്ത് ചെയ്യണം? നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് ഒരു ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങനെ തന്നെ ഇവിടെ എഴുതിയാൽ മതി. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുന്ന ബുദ്ധിമുട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒഴിവാക്കാം. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ നോക്ക്, 15 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 2 again ക്യാൻസൽ ചെയ്യുമ്പോൾ 25 എന്ന് കിട്ടും. ഇവിടെ 5 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. 5 ക്യാൻസലായി. ബാലൻസ് എന്താ ഉള്ളത്? 5 into 5, 25. സോ നമ്മുടെ LCM എന്താണ്? 25 ആണ് LCM ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് എപ്പോഴും ഈ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്, അല്ലാതെ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 3 numbers are in the ratio 1:2:5 and their LCM is 1600. Find the HCF of these numbers. ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും, ഓക്കെ കണ്ടുപിടിക്കാലോ.
കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയും എളുപ്പമാണോ എന്നും വിചാരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ 3 നമ്പേഴ്സ്. നമുക്ക് ഇവിടെ LCM എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 1600 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ LCM എന്താണെന്ന് നോക്കുക. LCM എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിലെല്ലാം കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇതിൽ 3 കോമൺ ആയിട്ട് എന്താ ഉള്ളത്, x ഉണ്ട്. ആ x നെ നമ്മൾ എടുത്തെഴുതി. പിന്നെ ഇതിൽ എന്താ ഉള്ളത്, 5 and 2 ഉണ്ട്. അപ്പൊ എന്താണ് 5 into 2, നമുക്ക് എന്ത് കിട്ടി, 10x എന്ന് കിട്ടി. ദാറ്റ് മീൻസ് LCM നമുക്ക് 10x എന്നാണ് കിട്ടുന്നത്. അത് എത്രയാണ്, 1600 ആണ്. അപ്പൊ ഇനി x നമുക്ക് എന്ത് കിട്ടും, 160 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് HCF ആണ്. അപ്പൊ എല്ലാവർക്കും ഇനി ചെയ്യാനുള്ള ടെൻഡൻസി, എക്സിന് ഈ വാല്യൂ ഇട്ട് കൊടുത്തു, 3 നമ്പേഴ്സിലേക്ക് ഇട്ടു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, HCF കണ്ടുപിടിക്കും. പക്ഷേ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ HCF എന്താണ്, 160നേക്കാൾ ചെറിയൊരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ, ഓപ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 160നെ എന്ത് ചെയ്യണം, ഒന്ന് HCF പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിനെ അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്തേ ഇവിടെ തന്നിട്ടുള്ളൂ, 160 ആണ് ഏറ്റവും ചെറിയ നമ്പർ. ഇവിടത്തെ ഏറ്റവും ലോവസ്റ്റ് നമ്പറും ഏതാണ്, 160 ആണ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആൻസർ, 160 ആയിരിക്കും HCF വരുന്നത്. കാരണം എന്താണ്, ഇവിടെ എല്ലായിടത്തും 160 വരും അല്ലെ. 160, 2 into 160, 5 into 160, മൂന്നിടത്തും കോമൺ ആയിട്ടുള്ളത് ഏതാണ്, 160 ആണ്. സോ നമ്മുടെ HCF എന്താ വരിക, 160 ആണ് HCF ആയിട്ട് വരിക. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ അല്ലെ. അടുത്തത്, ഫൈൻഡ് ദ HCF ഓഫ് 2410 and 2700. 2410 നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൈം ഫാക്ടറൈസ് ചെയ്യാണ്. 2 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1 2 0 5 എന്ന് കിട്ടും. ഇത് 3 പോവില്ല, ഇതിന് എന്തിലേ പോവുള്ളൂ, 5 പോവുള്ളൂ അല്ലെ, അങ്ങനല്ലേ. അപ്പം 5 പോകുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 5 എന്നിടാം. ഇവിടെ 2 ആണ്, ഇവിടെ 4 എന്ന് കിട്ടും, ഇവിടെ 1 കിട്ടും. 241 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. സോ നമ്മൾ കൂടുതലൊന്നും ചെയ്യണ്ട. അടുത്തത് 2700. അപ്പൊ നമ്മൾ ആദ്യം 2 വെച്ച് ചെയ്യും. 1 3 5 0. 0 ആയതുകൊണ്ട് ഈവൺ നമ്പർ ആണ്. എഗെയിൻ നമ്മൾ 2 വെച്ച് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, 2 ഇവിടെ HCF-ൽ 2 ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന കാര്യം മനസ്സിലായി. അടുത്ത നമ്പർ നമുക്ക് ചെക്ക് ചെയ്യാം അല്ലെ. അപ്പം 13 2-ൽ എത്ര ടൈംസാ പോവുക, 6 ടൈംസ് ആണ് പോവുക. ദെൻ ഇവിടെ 15 വരും, അത് 7 ടൈംസ് പോകും. 10 വരും, 5 ടൈംസ് പോകും. 675 എന്ന് പറയുന്ന നമ്പർ എന്തിൽ പോവും, 3-ലാണ് പോവുക, 2-ൽ പോവില്ല. അപ്പൊ നമ്മൾ 3 ഇവിടെ ഇട്ട് കൊടുക്കും. നമുക്ക് എന്ത് കിട്ടും, 6 2 ടൈംസ് ആണ്, 7 2 ടൈംസ് ആണ്, 15 5 ടൈം ആണ് പോകുന്നത്. ഓക്കെ, 225 എന്ന് വരും. എഗെയിൻ നമ്മൾ ഇവിടെ ഒരു 3 ഇട്ട് കൊടുത്ത് നോക്കും. 22 എന്ന് പറഞ്ഞാൽ 7 ടൈംസ് 21 പോകും, 15 5 ടൈംസ്. സോ 75 എന്ന് കിട്ടി. ദെൻ അപ്പൊ ഇവിടെ 3 ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിൽ 5 വരുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ അഗെയിൻ 3 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 25 എന്ന് കിട്ടി. ഇവിടെ എന്ത് വന്നു, 5 എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 5 സ്ക്വയർ. 3യുടെ കാര്യം നമ്മൾ നോക്കണ്ട, HCF ആയതുകൊണ്ട് ഇവിടെ 3 ഇല്ല. അപ്പൊ ഇവിടെ ആകെ ഉള്ളത് എന്താണ്, 2 ഉണ്ട് 5 ഉണ്ട്. 241 നോക്കേണ്ട ആവശ്യമില്ല, 3 നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 into 5 ആണ്. നമ്മുടെ HCF എന്താ വരുന്നത്, 10 ആണ് HCF ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇനി വരാൻ ചാൻസ് ഉള്ള ഒരെണ്ണമാണ് ഈ പറയുന്ന ലൈറ്റിന്റെ കേസ്, ക്ലോക്കിന്റെ കേസ്. ഇതെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ മുന്നേയും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു കാര്യം. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം, നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിനേക്കാൾ ആൻസർ, നമ്മൾ കണ്ടുപിടിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിനേക്കാൾ വലുതാവാനാണ് ചാൻസ് എങ്കിൽ നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് LCM ആണ്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിനേക്കാൾ ചെറുതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, ട്രാഫിക് ലൈറ്റ്സ് 3 ക്രോസിംഗ്സിൽ റെഡ് ആവും.
30 സെക്കൻഡ് 45 സെക്കൻഡ് 60 സെക്കൻഡ് ആവുന്ന ടൈമിലാണ് അവരെന്താവുന്നത് റെഡ് ആവുന്നത്. അവര് 8:30ക്ക് ഒരുമിച്ച് റെഡ് കളർ വന്നു. ഇനി എത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കും അവര് ഒരുമിച്ച് റെഡ് വരാനുള്ള ചാൻസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എത്ര സമയം കഴിഞ്ഞിട്ട് എന്ന് ചോദിച്ചാൽ 30 സെക്കൻഡിനേക്കാൾ കൂടുതൽ വരണം. കാരണം പിന്നെയും ഒരു റൗണ്ടോ 2 റൗണ്ടോ ഒക്കെ 30, 45, 60 ഒക്കെ പോയി കഴിയണം അല്ലെ. അപ്പൊ എന്തായാലും നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താണ്? ഈ 3 വാല്യൂസിനേക്കാൾ വലിയ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 30, 45, 60 ഇത് കാണുമ്പോൾ നമുക്ക് 15 ഒക്കെ എഴുതാനുള്ള ടെൻഡൻസി വരും. ചെയ്യരുത്, 2 വെച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ബേസിക് പ്രൈം ഫാക്ടറൈസേഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എഗെയിൻ ഇവിടെ 2 വരും, 15, 45, 15 എന്ന് വരും. ഇനി നമുക്ക് ഇവിടെ 15 ഇടാനുള്ള ടെൻഡൻസി വരും. ചെയ്യരുത്, 3 ആണ് ഇടേണ്ടത്. 5, 15, 5. എഗെയിൻ ഇവിടെ 3 യൂസ് ചെയ്താൽ നമുക്ക് 5, 5, 5 എന്ന് വരും. ഇവിടെ 5 ഇടുമ്പോൾ 1, 1, 1. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? LCM കണ്ടുപിടിക്കാനായിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 × 2 4 ആണ്, 3 × 3 എന്താണ്? 9 ആണ് അല്ലേ. അപ്പം 9 2s are എത്രയാണ്? 9 4s are 36 ആണ്. 36 × 5 ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം. 2 × 5 10 ആണ് അല്ലേ. 10 × 2 20, 20 × 3 60, 60 × 3 എത്രയാണ്? 180. ഇനി ആഫ്റ്റർ 180 സെക്കൻഡ് 180 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അവർ ഒരുമിച്ച് റെഡ് ലൈറ്റ് ആവുക. അപ്പം 180 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി അല്ലേ. എന്ത് കിട്ടും? 3 മിനിറ്റ് ആണ് വരിക അല്ലെ. 3 മിനിറ്റ്. അപ്പൊ 8:30 കഴിഞ്ഞ് 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത ഒരുമിച്ച് റെഡ് ആവുന്നത് 8:33 AM അവർ ഒരുമിച്ച് ഇനി റെഡ് കളർ സിഗ്നൽ ലൈറ്റ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പല രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബെല്ല് റിങ് ചെയ്യുന്ന രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അവിടെ എല്ലാം നമ്മൾ ഈ ഒരു മെത്തേഡാണ് നോക്കേണ്ടത്. നമ്പർ ഓഫ് ടൈംസ് ആണെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിനേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാലേ, വലുതായിരിക്കുമോ ചെറുതായിരിക്കുമോ വാല്യൂ വരിക എന്ന്. അപ്പോൾ വലിയ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കിട്ടേണ്ട ആൻസർ എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കിട്ടേണ്ട ആൻസർ തന്നിരിക്കുന്ന വാല്യൂസിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിലും കാണാറുണ്ട്. എന്ത് ചെയ്യും? LCM തരും, HCF തരും, ഒരു നമ്പറും തരും, അടുത്ത നമ്പർ കണ്ടുപിടിക്കണം. നമുക്ക് ആ ഇക്വേഷൻ ഒക്കെ അറിയാലേ. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം അല്ലേ. എന്ത് ചെയ്യാം? 1824 × 6 ഡിവൈഡഡ് ബൈ 96 ചെയ്താൽ നമുക്ക് അടുത്ത നമ്പർ കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു 6 വെച്ചിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. 1 ടൈം പോകും, 36 ആണ്. 16 × 6 ആണ് 96 എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാക്കണ്ട എന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. 16 1 16 ടൈംസ് 2 2 എന്ത് ചെയ്താൽ മതി? 1 16 ടൈംസ് ആണ്. 16 + 4 20 + 2 അപ്പോൾ എന്ത് വരും? 64 എന്ന് വരും. 64 എന്ന് പറയുമ്പോൾ 16ൽ 4 വരാൻ ചാൻസ് ഉള്ളത്. 6 4s are 24 ആണ്. അപ്പോൾ 16 × 4 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 64 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്താ വരിക? 114 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ആൻസർ വരുന്നത് എത്രയാണ്? 114 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് അടുത്തത് പോവാം. എന്താ ചോദിച്ചിരിക്കുന്നത്? 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സിന്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ. അതൊന്നും നോക്കാനില്ല. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് കോമൺ ഫാക്ടർ? അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 1 മാത്രമേ കോമൺ ഫാക്ടർ ആയിട്ട് ഉണ്ടാവുള്ളൂ. സോ പ്രൈം നമ്പേഴ്സിന്റെ കോമൺ ഫാക്ടർ എന്താണ്? 1 ആണ്. ഓക്കെ, അടുത്തത്
രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 35 ആണെന്ന് തന്നിട്ടുണ്ട്. അവരുടെ LCM 306 ആണെന്ന് തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സ് ഏതൊക്കെ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എല്ലാ നമ്പേഴ്സും, ഇത് നമ്മൾ ഓപ്ഷനിൽ നിന്ന് പോകേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാത്തിന്റെയും സം എന്താണ്? 35 തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും 306 അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഓരോ നമ്പേഴ്സിന്റെയും മൾട്ടിപ്പിൾ ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം 306 16 പോവില്ല. അപ്പൊ അത് നമുക്ക് അതൊരു നമ്മുടെ മൾട്ടിപ്ലിക്കേഷന്റെ ആ ഒരു സ്കില്ല് വെച്ചിട്ടാണ്. അപ്പൊ 16 പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ LCM അല്ല. ഇനി അത് 14 പോവാനുള്ള ചാൻസ് ഉണ്ടോ? 14 പോവാനും എന്തില്ല? ചാൻസ് ഇല്ല. നമ്മൾ ഇൻറ്റു ചെയ്തു പോയാൽ മതി. 14 ഇൻറ്റു 20 ചെയ്യുമ്പോൾ 30 ചെയ്യുമ്പോൾ അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ നോക്കി ചെക്ക് ചെയ്ത് പോകുന്നതാണ് എളുപ്പം എപ്പോഴും. ഓക്കെ, ദെൻ 306 13 പോവാനുള്ള ചാൻസ് നോക്കുക. 306 13 പോവാനും എന്തില്ല? ചാൻസ് ഇല്ല. പിന്നെ നമുക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ ആണ് 70. അപ്പൊ അതൊന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതാണ് ആൻസർ എന്ന് കിട്ടും. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ ഓടിച്ചാടി ആൻസർ പറഞ്ഞു തന്നു എന്ന് വിചാരിച്ചിട്ട് ഒന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് ഇപ്പം എന്ത് ചെയ്താൽ മതി എന്നറിയോ? 16 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 12 32 എന്നാണ് കിട്ടുക. അപ്പൊ 16 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 320 ആണ്. അപ്പൊ 320 മൈനസ് 16 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 304 എന്നാണ് കിട്ടുക അല്ലെ? അപ്പൊ എന്ത് മനസ്സിലായി? 306 എന്തല്ല? ഇതിന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് മനസ്സിലായി. എളുപ്പമായില്ലേ? ഇനി അതുപോലെ 40ന്റെ 300 അടുത്ത് വരുന്ന ഒരു നമ്പർ നമ്മൾ ചൂസ് ചെയ്ത് നോക്കുക. അപ്പൊ 14 300 അടുത്ത് വരുമ്പോൾ നമ്മൾ ആ ജസ്റ്റ് ഇത് തന്നെ നോക്കുക. 8 വരും. എന്ത് വരും? 28. അപ്പൊ എത്രയാ വരിക? 280 എന്നാണ് വരിക അല്ലെ? അപ്പം 280യുടെ കൂടെ ഒരു 14 ചെയ്യുമ്പോൾ നമുക്ക് എത്തില്ല. നമ്മൾ 294 എത്തുള്ളൂ. പക്ഷെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. 294 പ്ലസ് 14 ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എത്തില്ല? 306 എത്തില്ല. നമ്മൾ എവിടെ എത്തുള്ളൂ? 294 പ്ലസ് 10 ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ, ഇത് നമുക്ക് കൺഫ്യൂഷൻ വരും. 306 പോകും. നമ്മൾ ഇവിടെ പറഞ്ഞുതരാം. എന്ത് ചെയ്യും? 280 പ്ലസ് 14 ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എത്തും? 294 എത്തും. എഗെയിൻ ഒരു 14 ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എത്തും? 308 നമ്മൾ എത്തുക അല്ലെ? 308 എത്തുക. അപ്പൊ എന്തായി? ഇതും നമ്മുടെ മൾട്ടിപ്പിൾ അല്ല എന്ന് മനസ്സിലായി. അടുത്തത് അതുപോലെ 13 ഇൻറ്റു 2 ചെയ്യാം. 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 26 260 ചെയ്യും. അപ്പൊ 30 ഇൻറ്റു 3 ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? 9 39. അപ്പൊ 390 ആണ്. മൈനസ് 13 ചെയ്ത് നോക്കുക. അപ്പൊ എന്ത് വരും? 380 377. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇപ്പൊ ചെയ്ത പാറ്റേൺ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഒരു പാറ്റേൺ തന്നെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ പ്രോപ്പർ ആയിട്ട് കിട്ടിക്കോളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ LCM ഓഫ് പിന്നെയുള്ളതാണ് ഈ ഫ്രാക്ഷൻസിന്റെ LCM അല്ലെങ്കിൽ HCF കാണാൻ. അപ്പൊ ഫ്രാക്ഷന്റെ LCM HCF ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും പറയാം. LCM ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂമറേറ്റേഴ്സിന്റെ LCM-ഉം ഡിനോമിനേറ്റേഴ്സിന്റെ HCF-ഉം ആണ് കാണേണ്ടത്. ഓക്കെ, ഇനി HCF ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരെ തിരിച്ചും ചെയ്താൽ മതി. എന്ത് ചെയ്യണം? ഒരു സെക്കൻഡ്. HCF ആണെങ്കിൽ നമ്മൾ ന്യൂമറേറ്റേഴ്സിന്റെ HCF-ഉം കണ്ടുപിടിക്കണം, ഡിനോമിനേറ്റേഴ്സിന്റെ LCM-ഉം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉൾട്ടയടിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ചെയ്യാൻ. ന്യൂമറേറ്ററിലാണ് നമുക്ക് കാണേണ്ട സാധനം കാണേണ്ടത്. ഡിനോമിനേറ്ററിൽ നമ്മൾ എന്താ കാണേണ്ടത്? അതിന്റെ ഓപ്പോസിറ്റ് സാധനമാണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റേഴ്സിന്റെ LCM 25 15 20. കാണുമ്പോൾ നമുക്ക് എല്ലാം 5യുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ചാടി കയറി എന്ത് ചെയ്യരുത്? 5 വെച്ച് ചെയ്യരുത്. നമ്മൾ എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? 2 വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ 25 15 10. ഇനിയും 5 ചെയ്യരുത്. എഗെയിൻ 2 വെച്ച് ചെയ്യാം. 25. ഇവിടെ എന്താണ്? 15 5 എന്ന് വരും. ഇനി നമ്മൾ 3 ആണ് ചെയ്യേണ്ടത്. 25 5 5. ഇനിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്?
5 യൂസ് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് കിട്ടും? 5 1 1. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? 5 × 5 25. 25 × 2 എന്താണ്? 50. 50 × 2 എന്താണ്? 100. 100 × 3 എന്താണ്? 300. അപ്പം നമുക്ക് ന്യൂമറേറ്റർ എന്ത് കിട്ടി? 300 എന്ന് കിട്ടി. ഇനി നമ്മൾ HCF ആണ് കാണേണ്ടത്. HCF ഇവിടെ നോക്ക്, 7 ഒരു പ്രൈം നമ്പർ ആണ് അല്ലേ? 7ന്റെ മൾട്ടിപ്പിൾ ആണ് 28ഉം 21ഉം. അപ്പോൾ HCF എന്തായിരിക്കും? 7 തന്നെ ആയിരിക്കില്ലേ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 എന്ന് HCF കിട്ടി. ഇനി ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? 7 തന്നെയാണ് HCF ആയിട്ട് കിട്ടുക. നമ്മുടെ ആൻസർ എന്താ കിട്ടുക? 300/7 എന്നാണ് ആൻസർ കിട്ടുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് നമ്പേഴ്സിന്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. രണ്ട് നമ്പേഴ്സിന്റെ LCM തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്, നമ്പറും തന്നിട്ടുണ്ട്. അടുത്ത നമ്പർ എന്ത് ചെയ്താൽ മതി? 210 × 35 ÷ 105 ചെയ്താൽ മതി. ഇവിടെ നോക്ക്, 105 × 2 ആണ് 210. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 70 എന്ന് കിട്ടും. ആൻസർ കിട്ടുന്നത് 70 എന്നാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ഇതും അത് തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എനിക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത് എന്നൊന്ന് കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് എന്തിൽ ചോദിക്കാനുള്ള ചാൻസ്? HCF LCMൽ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ ഡെസിമൽസ് വരുന്നതും ഫ്രാക്ഷൻ വരുന്നതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം അത് മാത്രമാണ് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാനുള്ളത്. പിന്നെ ആ പറഞ്ഞ പോലുള്ള വേർഡ് പ്രോബ്ലം. അപ്പോൾ അതിൽ എന്താണോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്ന് നോക്കുക. അത് തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ വലുതായിരിക്കുമോ, വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് ആ ആൻസർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസറിന്റെ വാല്യൂ ഏത് രീതിയിലായിരിക്കും വരുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും അല്ലേ? ആഫ്റ്റർ ഈ നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണോ അതോ ഈ നമ്പേഴ്സിനേക്കാൾ ചെറുതായിരിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം ആ ഐഡിയക്ക് അനുസരിച്ച് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാനായിട്ട്. അത് HCF ആണോ LCM ആണോ നമ്മൾ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് HCF ആൻഡ് LCMൽ നിന്നും വരാൻ ചാൻസ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള NTPC ഗ്രൂപ്പ് D, അതുപോലെ JEE, അങ്ങനത്തെ എല്ലാ റെയിൽവേയുടെയും SSCയുടെയും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോക്കി അതിൽ നിന്ന് ഏറ്റവും കോമൺ ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇത്തവണത്തെ RRB എക്സാംസിനും ഇത് തന്നെ. ഇപ്പം കഴിഞ്ഞ എക്സാംസിന് എല്ലാം ചോദിച്ചിട്ടുള്ള പാറ്റേണും ഇത് തന്നെയാണ്. ഇതിൽ കൂടുതലായിട്ട് ഒരു പാറ്റേണും ഞാൻ ഇതുവരെയും ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടില്ല. ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അപ്പം അതിനകത്ത് വന്നിട്ട് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ആ ഒരു ക്വസ്റ്റ്യന് ഇൻക്ലൂഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. HCF ആൻഡ് LCM ഈ ഒരു 10 പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.